അപ്പോൾ പ്രിയമുള്ളവരെ സമയം 9:52. പത്തനംതിട്ട ആറന്മുളയിൽ ഇപ്പോൾ വള്ളസദ്യയൊക്കെ നടക്കുകയാണല്ലോ. അവിടെ ഈ വള്ളസദ്യ നടക്കുമ്പോൾ ഈ പള്ളിയോടങ്ങൾക്ക് വന്ന് ഈ പമ്പാ നദിയിൽ അടുക്കണം. പക്ഷേ അങ്ങനെ പള്ളിയോടങ്ങൾക്ക് പമ്പാ നദിയിൽ തീരത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. കാരണം വള്ളസദ്യക്ക് കൃത്യസമയത്ത് പള്ളിയോടങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലെന്നാണ് പരാതി. എന്താ കാരണം? അവിടെ മണൽത്തിട്ട രൂപപ്പെട്ടു. സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്ന് പള്ളിയോട സേവാ സംഘം ആവശ്യപ്പെട്ടു. പള്ളിയോടങ്ങൾക്ക് അറ്റകുറ്റപ്പണിക്കായി ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും. നദിയിലെ മണൽ നീക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. കാര്യമായിട്ട് വെള്ളമൊന്നും അവിടെ ആ ഭാഗത്തില്ല, അതിൻ്റെ തീരത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ണ് അവിടെ നിന്ന് നീക്കിയില്ലെങ്കിൽ ഈ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഒരു ആചാരം തന്നെ ഇല്ലാതാകും എന്നാണ് അവർ പറയുന്നത്. അവരുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടു നോക്കാം. പള്ളിയോട സംഘങ്ങളുടെ വഴികളെല്ലാം മണൽപ്പുറ്റുകളുണ്ട്, അവിടെ ഇവിടെ കമ്പുകളൊക്കെ എഴിച്ചു നിൽക്കുന്നുണ്ട്. അതിലേക്ക് കൊണ്ടുവരുന്ന വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഭഗവാന്റെ തിരുനടയിലാണ് ഞങ്ങൾ സാധാരണ വള്ളം ചവിട്ടാറ്. ഇന്നിപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് കുറച്ച് മുകളിലായിട്ട് ചവിട്ടിട്ട് പുറമോട്ട് ഞങ്ങൾക്ക് വരേണ്ടത്. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാന്റെ തിരുമുടി തന്നെ ചവിട്ടുന്നതാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ മണൽപ്പുറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ യാത്രയ്ക്ക് വളരെ സുഗമമാണ്. നല്ല ലോഡോട് കൂടിയല്ലേ വന്ന് ഇടിക്കുന്നത്. ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വള്ളത്തിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ പണികളാണ് വരുന്നത്. 1-2 രൂപയിലല്ലേ നടക്കുന്നത്. ദിനം പ്രതി 12ഓളം പള്ളിയോടങ്ങൾ ഈ പമ്പയാറ്റിൽ കൂടി വരികാനും പോകാനുമുള്ള സൗകര്യം ഉണ്ടാകണം. ഇപ്രാവശ്യം ജലനിധാനം തീരെ താഴേക്കാണ്. എല്ലാ പള്ളിയോടങ്ങളും ഉറയ്ക്കുന്ന നിലപാട്. അതുകൊണ്ട് പള്ളിയോടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്ന ഇതുവരെ വരുന്നുണ്ട്. ഞങ്ങളുടെ പള്ളിയോടങ്ങളെ സംരക്ഷിക്കുന്നതിന് കരക്കാർ ഏറെ ബുദ്ധിമുട്ടുന്ന ഈ കാലയളവിൽ ഇത്തരം ഒരു കേടുപാടുകൾ ഉണ്ടായാൽ അത് കരയ്ക്ക് താങ്ങുന്നതിലും അപ്പുറമാണ്. ഞങ്ങൾ മുൻ സർക്കാരിനോടും ഇപ്പോഴത്തെ സർക്കാരിനോടും രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരം ജലനിവാരണം മാറ്റി പള്ളിയോടങ്ങൾക്ക് പോകാനുള്ള, സുഗമമായിട്ട് വരുവാനും പോകുവാനുമുള്ള സംവിധാനം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, അത് ചെയ്തിട്ടില്ല. ഇതുവരെയായിട്ട് ഒരു കാര്യങ്ങളും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. വള്ളങ്ങളെല്ലാം പൂർണ്ണമായി ഉറക്കുകയാണ്. ഈ ചാല് വെട്ടി മാറ്റിയാൽ, പൂർണ്ണമായിട്ടും വള്ളങ്ങൾ ഒരു ഒഴുക്ക് ചാലാക്കി മാറ്റിയാൽ വള്ളങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാനും വള്ളസദ്യക്ക് വരാനും താൽക്കാലികമായി നടക്കും. പക്ഷേ അത് ശാശ്വത പരിഹാരമല്ല. പുറ്റുകൾ എടുത്ത് മാറ്റേണ്ടത് ആവശ്യമാണ്. എത്ര പ്രാവശ്യമായി ഞങ്ങൾ പറയപ്പെടുന്നു. നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ അവർ പറയുന്നത് ശരിയാണ്. കാരണം മണൽത്തിട്ട അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ ഈ പള്ളിയോടങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ആചാരം തന്നെ കാലക്രമേണ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. പിന്നെ ഇത്രയും കാശ് മുടക്കിയൊന്നും ആരും ഇത് ഇറക്കാനും സാധ്യതയില്ലല്ലോ. എന്താണ് സാധ്യതകൾ മുന്നിലുള്ളത്? ആരാണിത് നീക്കേണ്ടത്? പ്രവീൺ പുരുഷോത്തമൻ. ഗുഡ് മോർണിംഗ്. എല്ലാ വർഷവും ഈ വള്ളസദ്യ തുടങ്ങുന്ന ആ സമയത്ത്, അതിന് മുമ്പായിട്ട് ആറന്മുളയിൽ ഈ പമ്പാ നദിയിൽ അവിടെ മണൽപ്പുറ്റുകളൊക്കെ നീക്കം ചെയ്യുന്ന ജോലികൾ നടത്താറുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഒരു പരാതിയായി വന്നിരിക്കുന്നത് അത് പേരിന് മാത്രം അങ്ങനെ എല്ലാ വർഷവും നടത്തുന്നു. അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇക്കുറിയും പള്ളിയോടങ്ങൾ ഈ ആറന്മുള വള്ളസദ്യക്കായി കരക്കാർ പള്ളിയോടങ്ങളിൽ എത്തുമ്പോൾ ഈ ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് ഈ പള്ളിയോടങ്ങൾ അടുപ്പിക്കാൻ കഴിയുന്നില്ല. ഈ നദിയുടെ മധ്യത്തിലൊക്കെ വെച്ച് ഈ പള്ളിയോടങ്ങൾ അതിൻ്റെ അടിത്തട്ട് മണൽപ്പുറ്റിൽ ഇടിച്ചു നിൽക്കുകയാണ്. അത് വലിയ കേടുപാടുകളാണ് ഈ പള്ളിയോടങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഒരു പള്ളിയോടം നിർമ്മിക്കണമെങ്കിൽ, പുതിയത് നിർമ്മിക്കണമെങ്കിൽ തന്നെ 75 ലക്ഷത്തോളം അല്ലെങ്കിൽ അതിനപ്പുറമൊക്കെ തുക വേണ്ടിവരും. അതിന് അറ്റകുറ്റപ്പണിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള തുകയും വേണ്ടിവരും. അത് കരക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ മണൽപ്പുറ്റിൽ ഇടിച്ച് പള്ളിയോടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ കരക്കാർ നിസ്സഹായരായി പോകുന്നത്. പക്ഷേ ആചാരമാണ്. അതുകൊണ്ട് തന്നെ അവർ ഏത് പ്രതിബന്ധങ്ങളാണെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ ഈ ആചാരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ചില ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പള്ളിയോടം ഈ പമ്പാ നദിയുടെ മധ്യത്തിൽ പെട്ടുപോകുന്നതും അത് തള്ളിയാണ് ഈ കരക്കാർ പള്ളിയോടത്തെ ക്ഷേത്രക്കടവിലേക്ക് അടുപ്പിക്കുന്നത്. ഏറെ അധ്വാനം പിടിച്ച ഒരു ജോലി കൂടിയാണത്. സമയത്തിന് ഈ പള്ളിയോടത്തിൽ ഈ കരക്കാർക്ക് വള്ളസദ്യയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. അബിൻ, വെരി ഗുഡ് മോർണിംഗ്. അബിൻ, ഈ പള്ളിയോടം സേവക്കാരെ അവർ നമ്മളോടൊരു പരാതി പറഞ്ഞു. സംഭവം ശരിയാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും അവിടെ ഈ മണൽത്തിട്ട ഒക്കെ രൂപപ്പെട്ട കാരണം പള്ളിയോടങ്ങൾക്ക് കൃത്യസമയത്ത് അവിടെ ഇറക്കാൻ പറ്റുന്നില്ല, കൃത്യസ്ഥലത്ത് ഇറക്കാൻ പറ്റുന്നില്ല. അതുമൂലം കേടുപാടുകൾ സംഭവിക്കുന്നുവെന്നാണ്. നമുക്ക് ഇടപെടാൻ കഴിയുമോ അബിൻ വർക്കി? അല്ല, തീർച്ചയായിട്ടും. അത് ഈ മണൽത്തിട്ട രൂപീകൃതമായത് ഒരു ദിവസം കൊണ്ടല്ല, പല നാളുകൾ കൊണ്ട് രൂപീകൃതമായ മണൽത്തിട്ടയാണിത്. അപ്പോൾ ഏതാണ്ട് 2018 ശേഷം വന്ന വലിയ പ്രളയവും ആ പ്രളയത്തെ തുടർന്നുണ്ടായ വലിയ മണൽത്തിട്ടയുമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വള്ളസദ്യ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളവിടെ പള്ളിയോട സേവാ സംഘത്തിന്റെയും മറ്റ് നമ്മുടെ ക്ഷേത്രത്തിന്റെയൊക്കെ അഭ്യർത്ഥന പ്രകാരം പ്രത്യേക ഫണ്ട് വെച്ച് അവിടുത്തെ കടവുകളിലെ ചേർന്നുള്ള മുഴുവൻ മണൽത്തിട്ടയും നമ്മൾ നീക്കം ചെയ്തതാണ്. അപ്പൊ അത് പള്ളിയോട സേവാ സംഘവും എല്ലാവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് അത് ചെയ്തത്. അപ്പൊ ഈ പ്രാവശ്യം തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് പള്ളിയോടങ്ങൾക്ക് വരുവാനും വള്ളസദ്യ നടത്തുവാനും ഒക്കെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാക്കും. പക്ഷേ
ഈ പ്രാവശ്യം ഉണ്ടായ വിഷയം നമ്മുടെ മഴ ക്രമാതീതമായി കുറയുകയും പമ്പയാറ്റിലെ വെള്ളത്തിന്റെ ലെവൽ വളരെ കുറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അടിയിലേട്ട് മണൽത്തിട്ട രൂപീകൃതമായത്, അല്ലെങ്കിൽ അടിയിലുണ്ടായിരുന്ന മണ്ണ് വീണ്ടും മുകളിലേക്ക് പൊങ്ങി വരികയും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. അതിനൊരു പ്രത്യേക പദ്ധതി ഇപ്പൊ തന്നെ ജലവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിന് അടിയന്തരമായി കുറച്ചുകൂടി മണൽ സാധാരണ നീക്കുന്നതിലും അധികമായി മണൽ നീക്കിയാൽ മാത്രമേ ഈ വെള്ളം കുറഞ്ഞ അവസ്ഥയിലും പോകാൻ സാധിക്കുകയുള്ളൂ. അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഉടനടി അതിന്റെ തീരുമാനങ്ങളും ഇന്ന് തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളുടെ തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഒരു കാരണവശാലും നമുക്ക് ഈ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്കൊന്നും മുടക്കം വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൽ എല്ലാം സുഗമമായി ചെയ്യും. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം തന്നെ പള്ളിയോട സേവാ സംഘവുമായി നടത്തിയ ചർച്ചയിൽ ഉന്നയിച്ച ഒരു വിഷയമാണിത്. അപ്പൊ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് എല്ലാ കൊല്ലവും ഈ കുറച്ച് പൈസ, അല്ലെങ്കിൽ 25 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ ഇതിനകത്തിട്ട് മുടക്കി അത് ഈ വെള്ളത്തിൽ കൊണ്ട് കല്ലിടുന്ന പോലത്തെയാണ്. കാരണം ഇത് ഒരു കൊല്ലം മുടക്കും, വീണ്ടും മണ്ണ് പുറ്റ് പൊങ്ങി വരും, പിറ്റേ കൊല്ലം മുടക്കും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വലിയ പ്രൊജക്ട് ഈ പമ്പയാറ്റിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ മൺതിട്ടയും മാറ്റിക്കൊണ്ട് അത് സുഗമമാക്കാനുള്ള ഒരു വലിയ പ്രൊജക്ട് അത് ഈ 2 കൊല്ലത്തിനുള്ളിൽ അനുവദിക്കാമെന്ന് മന്ത്രി ഉറപ്പും തന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനും വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവെൻഷനും തുടക്കം മുതലേ നടത്തി വരുന്നുണ്ട്. ഇനിയും അത് ഇന്ന് ഉണ്ടായ നിങ്ങളുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്നും അത് നടത്തുന്നതാണ്. താങ്ക് യു അബിൻ വർക്കി, താങ്ക് യു. അത് തന്നെയാണ് വേണ്ടത്. അവിടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സൊല്യൂഷൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് നേരത്തെ ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് മഴയൊക്കെ കുറഞ്ഞപ്പോൾ മണ്ണല്ലേ, വെള്ളമല്ലേ, ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, വന്ന് നികന്നതാണ്. അപ്പോൾ പ്രവീൺ ഈ പള്ളിയോടക്കാരോടൊക്കെ പറഞ്ഞോളൂ. MLA ആ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ബാക്കി കാര്യങ്ങളും കൂടി മുന്നോട്ട് പോകും. മന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്ഥിരം അവിടെ ഒരു സംവിധാനം വരാൻ പോകുന്നു എന്നുള്ളതാണ്.